കേണൽ ശ്രീകാന്ത് പുരോഹിതിന്റെ വിരലടയാളം ഒരിടത്തും പതിഞ്ഞിട്ടില്ല. 4 ഏജൻസികൾ അന്വേഷിച്ചിട്ടും മതിയായ തെളിവുകളില്ല. ബോംബ് വെച്ച ബൈക്ക് പ്രജ്ഞയുടേതാണ് എന്നതിന് തെളിവില്ല. അന്വേഷണത്തിൽ നിരവധി സാങ്കേതിക പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബോംബ് ബൈക്കിലാണ് വെച്ചത് എന്നതിന് പോലും തെളിവില്ല. അതായത് NIA ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യത്തിനും തെളിവില്ല എന്ന് കണ്ടുകൊണ്ടാണ് NIA കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിട്ടുള്ളത്. 7 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഈ കേസിലെ പ്രധാന പ്രതി പ്രഖ്യാ സിംഗ് ഠാക്കൂർ അവർ BJPയുടെ MP കൂടിയായിരുന്നു. അപ്പോൾ ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, എന്താണ് വിധിയിൽ പറയുന്നത്? NIA കോടതിയുടെ പ്രത്യേക കോടതിയുടെ ഒരു വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 7 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. പ്രജ്ഞാ സിംഗ് താക്കൂർ, കേണൽ പ്രസാദ് പുരോഹിത് തുടങ്ങിയ പ്രതികൾ അടക്കമുള്ളവരെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഇത് NIAയും നേരത്തെ മഹാരാഷ്ട്ര ATSഉം അന്വേഷിച്ചതിലൂടെ അവർ ഫോറൻസിക് പരിശോധനയിലൂടെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയതാണ്. പക്ഷേ ഈ തെളിവുകളൊന്നും ഒരു ശിക്ഷിക്കാൻ മതിയായ തെളിവുകളല്ല എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രജ്ഞാ സിംഗിനോ അല്ലെങ്കിൽ കേണൽ പുരോഹിത് RDX വാങ്ങി എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള RDX വാങ്ങി എന്നുള്ളതിന് തെളിവില്ല. ഇത് ബൈക്കിലാണ് ഈ ബോംബ് വെച്ചു എന്നുള്ളതിന് തെളിവില്ല. ഇത് നേരത്തെ ATS കണ്ടെത്തിയിരുന്നത് പ്രജ്ഞാ സിംഗ് താക്കൂറിന്റേതായിരുന്നു ബൈക്ക് എന്നതാണ്. ഈ ബൈക്ക് 1.5 വർഷം മുമ്പ് വേറൊരാൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രജ്ഞാ സിംഗ് താക്കൂറിന് നേരത്തെ ആനുകൂല്യം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പ്രജ്ഞാ സിംഗ് താക്കൂറിന്റെ ബൈക്കാണെന്ന് പോലും തെളിവില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കേണൽ പുരോഹിതിന്റെ ഒരു വിരലടയാളം ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. മാത്രമല്ല, ഈ 4 ഏജൻസികളാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിനിടയിൽ ഒരു ഏജൻസിക്ക് പോലും കൃത്യമായി ഒരു സാങ്കേതിക പിഴവില്ലാതെ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ 7 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ NIA കോടതി നടത്തിയിരിക്കുന്നത്. റൈറ്റ്. മലേഗാവ് ബോംബ് സ്ഫോടന കേസിലെ വിധി പ്രസ്താവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാധ്വി പ്രഖ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിലെ മറ്റൊരു പ്രധാന പ്രതി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ സൈനികോദ്യോഗസ്ഥൻ കേണൽ ശ്രീകാന്ത് പുരോഹിതാണ്. ഈ പ്രതികൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരായിരുന്നു വിധി പ്രസ്താവം കേൾക്കാൻ. നേരത്തെ തന്നെ 7 പ്രതികളിൽ പലരും മാധ്യമങ്ങളോട് സംസാരിച്ച് തങ്ങളെ കോടതി വെറുതെ വിടും എന്ന് ഉറപ്പാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഒരു കുറ്റത്തിനും തെളിവില്ല, ബോംബ് വെച്ചതിന് തെളിവില്ല, പ്രതികളുടെ വെള്ളയാടം കണ്ടെത്തിയിട്ടില്ല, ബോംബ് വെച്ച ബൈക്ക് പ്രഖ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണ് എന്നതിന് തെളിവില്ല എന്ന് തുടങ്ങി NIAയും പ്രോസിക്യൂഷനും മുന്നോട്ട് വെച്ച മുഴുവൻ വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് പ്രത്യേക NIA കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉയരുന്നൊരു ചോദ്യം ഇപ്പോഴും ഇതാണ്: മാലേഗാവിൽ ആരാണ് ബോംബ് വെച്ചത്, 6 പേരെ കൊന്നത് എന്നതിന് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. 17 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം വരുന്നത്. 2008 മാലേഗാവ് ബോംബ് സ്ഫോടന കേസുണ്ടായത്. അതിൽ വളരെ നിർണായകമായ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. എല്ലാ പ്രതികളെയും വെറുതെ